ഹലോ ആൻഡ് വെൽക്കം ടു ചിന്താവിഷ്ടയായ അമോഘയുടെ നെക്സ്റ്റ് വ്ളോഗ്. എന്ത് വിളിക്കണമെന്നറിയില്ല ഈ വ്ളോഗിനെ, പക്ഷേ ഞാനൊരു ബാലൻ ഇഫക്റ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു നിമിഷം കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ രാവിലെ നിങ്ങൾ ഉറക്കമുണരുന്നു, പക്ഷെ നിങ്ങളുടെ പേര് മാറിയിരിക്കുന്നു, നിങ്ങളുടെ വീട് മാറിയിരിക്കുന്നു, നാട് മാറിയിരിക്കുന്നു. നമ്മളെ അറിയാവുന്ന ആരും ചുറ്റുമില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി മുഴുവനായി അങ്ങ് മാറിയിരിക്കുന്നു. നമ്മൾ ഒരു കഥയിൽ നിന്ന് പുതിയൊരു കഥയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ ഇന്നലെ ആരായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും അവശേഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനാണ്, അല്ലേ? നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പോൾ ലിങ്ക്ഡിൻ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ജോബ് പ്രൊഫൈൽ ഇടുന്നു. അതിൽ നമുക്ക് എത്ര സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് എത്ര നല്ല നല്ല ടൈറ്റിൽസ് ഉണ്ട്, നമുക്ക് എത്ര പ്രൊമോഷൻസ് കിട്ടി, അതൊക്കെ നമ്മൾ വളരെ ഒബ്സസീവായിട്ട് പിടിച്ചു വെക്കുന്നു, അല്ലേ? അതൊക്കെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇനിയിപ്പോൾ പോട്ടെ, ലിങ്ക്ഡിൻ വിട്, ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണെങ്കിൽ പോലും, ഫേസ്ബുക്കിൻ്റെ ബയോ ആണെങ്കിൽ പോലും നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യുമല്ലേ. ഐ എം എ റൈറ്റർ, ഐ എം എ ട്രാവലർ, ഐ എം എൻ ഓൺട്രപ്രനർ. നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ വിളിക്കുക? ഇപ്പോൾ ടീ ലവർ, കോഫി ലവർ എന്ന് വരെ പറയും. നമ്മളെ അങ്ങ് ബ്രാൻഡ് ചെയ്യും, അല്ലേ? നമ്മൾ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി കൊടുക്കും. എന്നാൽ ബാലൻ എന്ന സിനിമയിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കാണുന്നത്. ബാലനിൽ നമ്മൾ ജീവിക്കാൻ സ്വന്തം പേര് മറക്കണം, ഐഡൻറ്റിറ്റി മറക്കണം, നമ്മുടെ ഇന്നലത്തെ കഥ മറക്കണം, നമ്മുടെ ഇന്നലെ തന്നെ മറക്കണം, സ്ഥലം മറക്കണം, ജീവിതം മറക്കണം, കണ്ട് പരിചയപ്പെട്ട ആളുകളെ മറക്കണം. അത് ഒരു തവണയല്ല, വീണ്ടും 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 ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് അങ്ങനെ തുടരുകയാണ്. ഇത് ബാലൻ എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടൊന്നുമല്ല ഞാൻ ഇടുന്നത്. പക്ഷേ ബാലൻ എന്ന സിനിമ കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. ചില സിനിമകൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യും, ഇംപ്രസ് ചെയ്യും, അല്ലേ? പക്ഷേ ചില സിനിമകൾ നമ്മളെ നിശബ്ദരാക്കും. നമ്മുടെ ഉള്ളിലിങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ ശാന്തമാകും, അല്ലേ എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു സിനിമയാണ് ബാലൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു. നമ്മൾ ജീവിതം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ? ആരോഗ്യം, സമാധാനം, പണം, വിജയം, പേര്, പ്രശസ്തി, ഒരു വീട്, വലിയ വീടോ ചെറിയ വീടോ, അല്ലേ? ഒരു നല്ല ജോലി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തേടി നമ്മൾ പോവും. ബാലൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കും ലൈഫ് ലോങ്. പക്ഷേ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ജീവിതം മുഴുവൻ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് സുരക്ഷിതമായ, സേഫായ ഒരു ഇടമാണ്, അല്ലേ? ആരെയും പേടിക്കാതെ, ഭയപ്പെടാതെ, സ്വാതന്ത്ര്യമായിട്ടും സമാധാനമായിട്ടും സേഫായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം. ഇപ്പോൾ ബാലൻ എന്ന സിനിമയിലെ അമ്മ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ ആ അമ്മ അന്വേഷിക്കുന്നത് ഒരു റിച്ച് ലൈഫോ, കംഫർട്ട്സോ, ലക്ഷറിയോ, ഒരു ഹൈ പേയിങ് ജോബ്, അങ്ങനെയൊന്നും അല്ല, അല്ലേ? അന്ന് അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു രാത്രി മകന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു ഇടം, അല്ലേ? അവന് ആഹാരം കൊടുക്കാൻ പറ്റണം, അവനും അവൾക്കും ഭയമില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു ഇടം, അല്ലേ? അതാണ് അവരുടെ മാക്സിമം, ആഗ്രഹത്തിൻ്റെ ഒരു മാക്സിമമായിട്ട് ഈ സിനിമയിൽ കാണുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ ഈ കഥാപാത്രം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമുക്ക് ചിലപ്പോൾ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് തോന്നാം, ഇറാഷണലായിട്ട് തോന്നാം. പക്ഷേ എന്നാലും അവരുടെ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു വലിയ ട്രോമ അനുഭവിച്ച ഒരാൾ, അല്ലേ? അവരെ ലോകത്തെ നമ്മളെപ്പോലെ ആവില്ല കാണുന്നത്. അവരെല്ലാ വാതിലിലും അപകടം കാണും. എല്ലാ മനുഷ്യരെയും അവരൊരു സംശയത്തിൻ്റെ നിഴലിലായിരിക്കും കാണുക. എല്ലാ ശബ്ദങ്ങളിലും അവർക്കൊരു ഭയം അനുഭവപ്പെടും. ഒരു ട്രോമ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ട ലോകം അല്ല, ആ ലോകം നമ്മുടെ ഉള്ളിൽ മാറും, വേറൊരു ലോകമായി അത് മാറും. ഇവിടെയാണ് ഫർസാന പാലത്തിങ്കൽ എന്ന് പറയുന്ന നടിയുടെ ഒരു ഗ്രേറ്റ്നെസ്, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, അല്ലേ? ഒരു നിമിഷം പോലും അമ്മയുടെ ആ കഥാപാത്രം പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടേ ഇല്ല, അല്ലേ? ഭയമോ കരച്ചിലോ
ഒന്നും അങ്ങനെ അഭിനയിച്ചൊക്കെ തകർക്കുമൊന്നുമല്ല. അതിലൂടെയൊക്കെ പുള്ളിക്കാരി അങ്ങ് ജീവിക്കുകയാണ് അല്ലേ. ചില സിനിമകളിലെ ഡയലോഗ്സ് പോലും ഇല്ല, പുള്ളിക്കാരിയുടെ കണ്ണിലുണ്ട്, ആ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ വികാരങ്ങളെല്ലാം. ഒരമ്മയുടെ ക്ഷീണം, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഭയം, ഒരു സ്ത്രീ അനുഭവിച്ച മുറിവുകൾ എല്ലാം ആ കണ്ണുകളിൽ കറക്റ്റായിട്ടിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാലൻ, ദ ബോയ്, ആദിശേഷൻ അല്ലേ. ആദിശേഷൻ ആ കഥാപാത്രം അഭിനയിക്കുകയാണെന്ന് തോന്നുന്നതേയില്ല. ക്യാമറ മുമ്പിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും, ഈ വർഷം ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ്, ചൈൽഡ് പെർഫോമൻസസ് ഇതായിരിക്കും അല്ലേ. ശരിക്കും ഫർസാന അമ്മയുടെ ക്യാരക്ടർ പറഞ്ഞതുപോലെ തന്നെ മകൻ്റെ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത 2 ആക്ടേഴ്സും, കുട്ടിക്കാലം പോർട്രേ ചെയ്ത ആദിശേഷൻ, പിന്നെ കുറച്ചുകൂടെ വലുതായ കുഞ്ഞിനെ പോർട്രേ ചെയ്യുന്ന സിനാൻ, 2 പേരും ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിന് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? കളിപ്പാട്ടങ്ങളാണോ, സ്കൂൾ എഡ്യൂക്കേഷൻ, ഉടുപ്പുകളാണോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള വെക്കേഷൻസ്, ഹോളിഡേയ്സ് ആണോ? ഓക്കെ, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും കൊടുക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് സേഫ്റ്റിയാണ് അല്ലേ. ഭയമില്ലാതെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരിടം ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ്. വേറെ ഒന്നും വേണ്ട. നമ്മൾ ഒക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ പേടിക്കും അല്ലേ. പക്ഷേ നമുക്ക് സ്നേഹമുള്ള ഒരാൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശബ്ദം, ഇരുട്ടത്താണെങ്കിലും അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കംഫർട്ട്, ഒരു റീഅഷ്വറൻസ്, ഒരു ധൈര്യം ഉണ്ടാവും അല്ലേ. അതിപ്പോൾ വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം ആ ഒരു സേഫ് സ്പേസിലാണ് നമ്മൾ എന്ന ഒരു ബോധം നമുക്കവിടെ ഉണ്ടാവും. ബാലൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മദർ ആൻഡ് സൺ സ്റ്റോറി അല്ല അല്ലേ. സേഫായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 2 മനുഷ്യരുടെ ഒരു സ്റ്റോറി. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വീട് എന്ന വാക്ക് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ബിൽഡിംഗ് ആണോ, ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജാണോ, അതോ ഒരു മനുഷ്യമുഖമാണോ? നിങ്ങൾക്ക് സേഫായിട്ട് ഒപ്പം ജീവിക്കാമെന്ന് തോന്നുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിനെ പറ്റിയാണോ നിങ്ങൾ ആലോചിക്കുക? കമൻസിൽ പറയൂ, കേൾക്കട്ടെ. അതുപോലെ തന്നെ ബാലൻ കണ്ടപ്പോൾ മനസ്സിൽ വന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആരാണ് അല്ലേ. ഏറ്റവും വലിയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലേ, ഹൂ ആം ഐ. അപ്പോൾ അതിൻ്റെ ഒരു വേറെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് ബാലൻ. ശരിക്കും നമ്മൾ ആരാണ്? നമ്മുടെ പേരാണോ, നമ്മുടെ വീടാണോ, നമ്മുടെ ജോലിയാണോ, എന്താണ് നമ്മൾ, ആരാണ് നമ്മൾ? അപ്പം നമ്മൾ ഒരു തരം മത്സരമാണ് ഇന്നത്തെ ലോകത്ത് ഐഡൻറ്റിറ്റി കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ലേ. ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിൽ നമ്മുടെ റാങ്ക് എത്രയാണ്, ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നമുക്ക് ഓഫീസിലാണെങ്കിൽ നമ്മുടെ ടൈറ്റിൽ എന്താണ്, നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്, നമുക്ക് പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടോ, എത്ര പ്രൊമോഷൻ കിട്ടി അല്ലേ. ഇപ്പോൾ ലിങ്ക്ഡിനാണെങ്കിലോ നിങ്ങൾ എത്ര സർട്ടിഫിക്കേഷൻ ചെയ്തു, നിങ്ങൾ എത്ര നല്ല കമ്പനീസിൽ ജോലി ചെയ്തു, നിങ്ങൾക്ക് എത്ര ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എല്ലാത്തിലും ഒരു കണക്ക് നമ്മൾ സൂക്ഷിക്കും ഇൻ ടേംസ് ഓഫ് ഐഡൻറ്റിറ്റി. ഈ സിനിമയിലെ അമ്മയ്ക്കും മകനും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കണം. പേര് മാറണം, ജീവിതം മാറണം, കഥ മാറണം. ഓരോ സ്ഥലത്തും ഓരോ കഥകൾ, പുതിയ മനുഷ്യരായി മാറുകയാണ് അവർ ഓരോ ദിവസവും അല്ലേ. അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ ഒരു അവസ്ഥയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഐഡൻറ്റിറ്റി എന്നത് ആളുകൾ നമ്മളെ വിളിക്കുന്ന പേര് മാത്രമല്ലല്ലോ, നമ്മളെ വിളിക്കുന്ന ഒരു പേരും കൂടെയാണ് അല്ലേ. അപ്പം നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ പേര് ഒരു ദിവസം മാറ്റി പറയുകയാണ്, എന്നാലും നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു സ്റ്റോറി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ പാസ്റ്റ്. അതെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ബാലനിലുള്ള തന്നെ ഒരു ക്ലാസ് റൂം സീൻ, അത് കണ്ട എത്ര പേർക്ക് സങ്കടം വന്നു എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് ഒരു ക്ലോസ്ട്രോഫോബിയ പോലെയാണ് ആ സീൻ കണ്ടപ്പോൾ അല്ലേ. പേര് ചോദിക്കുന്ന ആ രംഗം, അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോവുകയാണ് ഐഡൻറ്റിറ്റീസ്. ഹി ഡസൻറ്റ് നോ വിച്ച് വൺ ടു ചൂസ്. അപ്പോൾ ഒരു തല കറങ്ങുന്ന പോലെ തോന്നുകയാണ്. ബാലൻ്റെ ഒപ്പം എൻ്റെ തലയും കറങ്ങി എന്നുള്ളതാണ് സത്യം. ശരിക്കും പെട്ടുപോയി ആ ഒരു സീൻ കണ്ടപ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ആശയം
അത്രയും വലിയ ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ, വലിയ വലിയ ഫിലോസഫികളൊന്നും വെച്ച് കാച്ചാതെ എത്ര സ്വാഭാവികമായാണ് ആ അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിലൂടെ ബാലൻ പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 ആക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് തോന്നിയത് അവരുടെ കണ്ണുകളാണ്. ഒരുമാതിരി എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ 75% ഓഫ് ദ സ്റ്റോറി വാസ് ടോൾഡ് ത്രൂ ദി ഐസ് ഓഫ് ദ മദർ ആൻഡ് ദ സൺ. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഗണപതി ആണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. സോ ഹാറ്റ്സ് ഓഫ്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് പറയാതെ വയ്യ. പിന്നെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എന്താണ് ഈ മൂവിയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാതിരുന്നത്? ജിത്തു മാധവൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ സ്റ്റോറി അല്ലേ, ഷൈജു ഖാലിദാണ് സിനിമാറ്റോഗ്രഫി, ഒരു രക്ഷയില്ലായിരുന്നു, നെക്സ്റ്റ് ലെവൽ. പിന്നെ ഇതിനെല്ലാം ഇങ്ങനെ മേളിൽ നിന്ന ഒരു സാധനമായിരുന്നു സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ പാട്ടുകളും എല്ലാം ഇങ്ങനെ ക്ലോസ് ടു ദ ഹാർട്ട് എന്ന് തോന്നിപ്പിക്കുന്ന, നമ്മുടെ ഇമോഷൻസ് കൊണ്ട് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ സ്വെല്ല് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള കഥയും സംഭാഷണവും വികാരങ്ങളും സംഗീതവും എല്ലാം ഹാറ്റ്സ് ഓഫ് ടു ചിദംബരം ഫോർ ഹിസ് ഡയറക്ഷൻ. എല്ലാവരും ഒരു ഭയങ്കര ടീം തന്നെയാണ് ആക്ച്വലി ഈ മൂവിയുടെ പിന്നിൽ പ്രവർത്തിച്ച ദ ഹോൾ ടീമുണ്ടല്ലോ, യുനോ. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു, ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. പിന്നെ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഫിസിക്കൽ ആയിട്ട് നമ്മളെ ഹേർട്ട് ചെയ്ത ആളുകളെക്കാളും നമുക്ക് മെൻ്റൽ ട്രോമ തന്നിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് ലോകത്തെ നോക്കിക്കാണുന്ന ഫസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ആ ഒരു ലെൻസ് എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മ ലോകത്തെ സേഫായിട്ടാണ് നോക്കിക്കാണുന്നതെങ്കിൽ കുഞ്ഞിനും ഒരു സർട്ടൻ സെൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കാണും ലോകത്തെ പറ്റി. ഇവിടെയാണ് ഈ സിനിമ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ ട്രോമ പലപ്പോഴും തലമുറകളിലൂടെ യാത്ര ചെയ്യുന്നു. ഒരാൾ അനുഭവിക്കുന്നു, പിന്നെ അടുത്ത ആളത് ചുമക്കുന്നു, അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും ആ സൈക്കിളിൻ്റെ ഓരോ ഘട്ടങ്ങളെ റെപ്രസെൻ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഇപ്പോൾ ബാലൻ ആണ് ആ ഫസ്റ്റ് സ്റ്റേജ്, കുഞ്ഞ് അല്ലേ. പിന്നെ ഒരു മിഡിൽ സ്റ്റേജ് എന്ന് പറയാനാണെങ്കിൽ ആ അമ്മ തന്നെയാണ്. പിന്നെ ഈ ട്രോമയുടെയൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റപ്പെടൽ കാണിക്കുന്ന ആ ഒരു അമ്മൂമ്മ റോൾ, എന്ത് നല്ല റോളായിരുന്നു അത് അല്ലേ. ഭയങ്കരമായിട്ട് ഹൃദയം സ്പർശിച്ച ഒരു റോളായിരുന്നു ആ അമ്മൂമ്മ കഥാപാത്രം. ചിദംബരം എന്ന സംവിധായകനെ പറ്റി പറയാതെ വയ്യ അല്ലേ. ഇപ്പോൾ ഒരു സിനിമയിലെല്ലാം എന്തൊക്കെ കാണിക്കുന്നു എന്നതിനേക്കാളും എന്തൊക്കെ കാണിക്കാതെ വിടുന്നു, പറയാതെ വിടുന്നു, ആ പറയാതെ വിടുന്ന തലങ്ങളിലും പറയപ്പെടുന്ന കാര്യങ്ങൾ അല്ലേ. കോംപ്ലിക്കേറ്റഡ് ആയോ? ഇല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാലൻ. വലിയ സീനൊന്നും ഉണ്ടാക്കി നമ്മളെ കരയിപ്പിക്കുന്നില്ല അല്ലേ, വലിയ തത്വചിന്തകളൊന്നും പറയുന്നില്ല. പ്യുവർ ലൈഫ് ത്രൂ സ്റ്റോറീസ്. ഒരുപക്ഷെ അതായിരിക്കും ഒരു വലിയ നല്ല സിനിമയുടെ പ്രത്യേകത അല്ലേ. ഒരു കഥ പറയുന്നതിനേക്കാളും ജീവിതം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു ബാലൻ. ഒരുപക്ഷെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈ ബാലൻ എന്ന സിനിമ നമുക്കൊരു കഥ പറഞ്ഞു തരുന്നതിനേക്കാളും നമ്മുടെ കയ്യിലോട്ട് ഒരു കണ്ണാടി തരുകയാണ് അല്ലേ. അത് നമ്മൾ നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി. സോ ഫോർ നൗ ദിസ് ഈസ് ചിന്താവിഷ്ടയായ അമോഘ സൈനിങ് ഓഫ്. പേര് പറയാൻ തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നു ബാലൻ കണ്ടു കഴിഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ചിന്താവിഷ്ടയായ അമോഘ സൈനിങ് ഓഫ്. സർവ്വശക്തിയും എടുത്ത് ഞാനൊന്ന് സൈൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ബാലൻ കാണൂ, അഭിപ്രായങ്ങൾ പറയൂ, ഞാൻ കാത്തിരിക്കും.